ഹായ് ഫ്രണ്ട്സ്, മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കോടതിയാണ് കാണിക്കുന്നത്. ആദ്യം നമ്മുടെ നവീനും ഗുമസ്തനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നന്ദകുമാർ വക്കീലും വന്നിട്ടുണ്ട്. അപ്പോൾ വക്കീൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കൊച്ചുമോൻ ഇന്ന് ലേറ്റ് ആയിട്ടാണ് വന്നത്, മുത്തച്ഛനകത്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, മുത്തച്ഛനില്ല, ഈ കേസ് ഞാനാ വാദിക്കണേ. അപ്പോൾ നമ്മുടെ നന്ദകുമാർ വക്കീലൊരു പുച്ഛട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അത് ശരി, വക്കീലിൻ്റെ മുത്തച്ഛന് ആകെ ഒരു പേടിയും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നത് എന്നോടായിരുന്നു. അങ്ങനെയുള്ള എനിക്കെതിരെ നിന്നിട്ട് അവസാനം കോടതിയിൽ നിന്ന് തല കുമ്പിട്ട് പോകേണ്ടി വരും എന്നുള്ള പേടി കൊണ്ടായിരിക്കും കേസ് കൊച്ചുമോനെ ഏൽപ്പിച്ചത്. അപ്പം നവീൻ പറയണ്ട കേട്ടോ, എനിക്ക് അമിതമായ ആത്മവിശ്വാസമൊന്നും ഇല്ല വക്കീൽ സാറേ എന്ന് പറയണ്ട കേട്ടോ. അപ്പം നമ്മുടെ നന്ദകുമാർ പറയണ്ട, ഞാനാണ് എതിർഭാഗം എന്ന് കേട്ടപ്പോൾ മോനൊരു കാര്യം ചെയ്യേണ്ടതായിരുന്നു. നരസിംഹ സാറിന് വെറുതെ പേരുദോഷം ഉണ്ടാക്കാതെ കേസ് മറ്റാരെങ്കിലും ഏൽപ്പിക്കണമായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് തന്നെ മിക്കവാറും കേസിനൊരു തീർപ്പുണ്ടാവുമെന്നാണ് തോന്നണത്. ഈ ടി വിയിൽ ചില പരിപാടികളൊക്കെ സ്പോൺസർ ചെയ്യുമ്പോൾ പരസ്യക്കാരുടെ ഇഷ്ടപ്രകാരം എതിരാളികളെ ആരും പെട്ടെന്ന് തോൽപ്പിക്കില്ല. എന്താണെന്ന് വെച്ചാൽ പരസ്യത്തിന് ദൈർഘ്യം നീട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് അതൊക്കെ. അതുപോലെ കോടതിയിലുള്ളവർക്കും ജഡ്ജിനൊക്കെ ഒരു വിനോദത്തിനായിട്ട് ഞാനും എൻ്റെ പാർട്ട്ണറും തണുപ്പിച്ചിട്ട് വാദപ്രതിവാദത്തിൻ്റെ ദൈർഘ്യം കൂട്ടേണ്ടി വരുമോ ഇനി എന്നും ചോദിച്ചിട്ട് നന്ദകുമാർ ഭയങ്കര ചിരിയാണ് കേട്ടോ. ഭയങ്കര ഷോയാണ് അവിടെ കിടന്ന് കാണിക്കണതേ. അപ്പം നമ്മുടെ വക്കീൽ നവീൻ ഗുമസ്തനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗുമസ്തൻ പറയുന്നുണ്ട്, അതേ നന്ദകുമാറിനോട് പറയുന്നുണ്ട്, അമിതമായ ആത്മവിശ്വാസം ആപത്താണ്. ഞങ്ങളും കേസെടുത്ത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദകുമാർ, അല്ലാതെ കോടതിക്ക് അകത്ത് കച്ചവടം നടത്താനല്ല ഞങ്ങൾ വന്നത്. ഇതൊക്കെ കേട്ട് ഒരു തരം ആക്കിച്ചിരിയാണ് കേട്ടോ നമ്മുടെ നന്ദകുമാർ ചെയ്യണത്. അപ്പോൾ നമ്മുടെ നവീൻ പറയുന്നുണ്ട്, ഓപ്പോസിഷൻ വക്കീലിന് എല്ലാവിധ ബഹുമാനവും കൊടുക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലാതെ ആരും വില കുറച്ച് കാണില്ലേ സാറേ. അപ്പോൾ അതൊന്ന് കൊണ്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ നന്ദകുമാറിന്. അതും പറഞ്ഞിട്ട് നവീൻ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ട് കോടതി കൂടിയിട്ടുണ്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ അനിയനെ പ്രതികൂട്ടിൽ കയറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അനാമിക അച്ഛനെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ അനന്തപുരിയിലത്തെ എല്ലാവരെയും കണ്ടപ്പോൾ നമ്മുടെ നന്ദകുമാർ വക്കീലിനൊരു ചിരി. അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, ഈ കേസിലെ 4, 5, 6 പ്രതികളുടെ പ്രായവും അവരുടെ ആരോഗ്യസ്ഥിതി മാനിച്ചിട്ടാണ് അവർക്ക് ഇരിപ്പിടം നൽകിയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ എന്താണ് പറയാനുള്ളത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദകുമാർ എനിക്ക് വന്നിട്ട് പറയുന്നുണ്ട്, യുവർ ഓണർ, ഈ കേസിലെ പ്രധാന സാക്ഷി അനാമികനൊന്ന് വിസ്തരിച്ച് കൊള്ളാമെന്നുണ്ട്. അപ്പോൾ കോടതി അനുവാദം കൊടുത്തു. അങ്ങനെ അനാമിക വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്ദകുമാർ പോയി ചോദിക്കുന്നുണ്ട്, കേരളത്തിനകത്തും പുറത്തും പേരും പെരുമയുള്ള ജ്വല്ലറിയാണ് മൂർത്തിസ് ജ്വല്ലറി. അവരുടെ വിശാലമായ അനന്തപുരി തറവാട്ടിലേക്കാണ് അനാമിക ഇളയ മരുമകളായിട്ട് കടന്നു ചെല്ലണത് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക എന്ന് പറഞ്ഞിട്ട് തലയിട്ടാട്ടുണ്ടേ. അതെ സർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ എന്നെ ഒരുപാട് പിറകെ നടന്ന് ശല്യം ചെയ്തതിന് ശേഷം അനി എന്ന എൻ്റെ ഭർത്താവിനോട് എനിക്ക് പ്രണയം തോന്നിയത്. അപ്പോൾ അനി ഇതെപ്പോ എന്നുള്ള ലെവലിൽ നോക്കി നിൽക്കണം കേട്ടോ. അപ്പോൾ പ്രണയവിവാഹമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല, പ്രണയിച്ച ശേഷം പിന്നെ വീട്ടുകാരെല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് ഞങ്ങളുടെ കല്യാണം നടത്തിയത്. അപ്പോൾ വക്കീൽ ചോദിക്കും, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? അനി കുറച്ചൊക്കെ കവിത എഴുതുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാഗസീനിൽ അയാളുടെ കവിത അച്ചടിച്ചു വന്നു. അത് വായിച്ച് എനിക്ക് ആ കവിയോടൊരു ഇഷ്ടം തോന്നി. അത് എഴുതിയ ആളൊന്ന് വിളിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനൊന്ന് വിളിച്ചതാ, എനിക്ക് പറ്റിയ അബദ്ധം. അപ്പോൾ എല്ലാവരും മോഹം ഇങ്ങനെ പോയി നിൽക്കണം കേട്ടോ. അപ്പോൾ വക്കീൽ ചോദിക്കുന്നത്, അതൊരു അബദ്ധമാണോ? അതിനുശേഷം പിന്നെ നിത്യേനെ വിളിയായി. ഇത് കേൾക്കുമ്പോൾ അനി നിന്നിട്ട് ആകെ അന്തം വിടുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അനാമിക പറയുന്നുണ്ട്, ഒരു കവിയോടുള്ള ഇഷ്ടം മാത്രമായിരുന്നു എനിക്ക് അയാളോട്. പക്ഷേ അതിൽ നിന്ന് എന്നെ പ്രണയത്തിലോട് വലിച്ചിട്ടത് ഇയാളാ. പിന്നെ അനന്തപുരിയിലെ പയ്യനാണെന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ ബന്ധത്തിന് പച്ചക്കൊടി കാണിച്ചു. അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നത്. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, വിവാഹശേഷം എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതിനുശേഷം സംഭവിച്ചതൊക്കെ പറയാതിരിക്കുന്നതാണ് സാർ നല്ലത്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, കോടതിയിൽ ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കണം. ഇവിടെ മൊഴികൾ പ്രധാനമാണ്. ഒന്നും അറിയാത്ത മാതിരി പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടാണല്ലോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, കല്യാണശേഷം എനിക്ക് മനസ്സിലായത് എൻ്റെ ഭർത്താവ് ഒരു പ്രണയ രോഗിയാണെന്ന്. ഇതൊക്കെ കേട്ട് എല്ലാവർക്കും ഒന്ന് കലി പിടിച്ചിരിക്കുന്നു കേട്ടോ. ഫസ്റ്റ് നൈറ്റിൽ തന്നെ അയാളുടെ മൊബൈലിലേക്ക് ചില പെൺകുട്ടികളുടെ കോളൊക്കെ വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് ഫ്രണ്ട്സാണെന്ന് കരുതി ഞാനത് ശ്രദ്ധിച്ചില്ല. അതിനുശേഷം നിരന്തരം അയാളെന്നെ അവഗണിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ അന്വേഷണം തുടങ്ങിയത്. അപ്പോഴാണ് അയാൾക്ക് പല പെൺകുട്ടികളായിട്ട് വഴിവിട്ട ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഇത് കേട്ടപ്പോൾ അനി എല്ലാവരെയും നോക്കണ്ട കേട്ടോ. നയനേനെ ആദർശിനെയൊക്കെ നോക്കുന്നുണ്ട്. മുത്തശ്ശനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശൻ ഇതൊന്നും അറിയാണ്ട് ഇതിലേക്ക് എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക തുടരുകയാണ്, ഈ പെൺകുട്ടികളായിട്ടൊക്കെ അയാൾ ബീച്ചിലും റെസ്റ്റോറൻറ്റിലും പാർക്കിലും മാത്രമല്ല ഹോട്ടൽ മുറികളിൽ വെച്ചും കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്ദകുമാർ പറയണ്ടിട്ടാ, മൈലോൺ, അതിൻ്റെ ചില വിഷ്വൽസും ഫോട്ടോസൊക്കെ കോടതിക്ക് പരിശോധിക്കാം. എന്നിട്ട് എന്തോ കൊണ്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കണത് ഇപ്പോൾ എന്തോ കൊണ്ടുകൊടുത്തിക്കണമെന്ന് അറിയില്ലോ. നവീനും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണേ. അത് കഴിഞ്ഞ് നന്ദകുമാർ ചോദിക്കേണ്ട അനാമികയുടെ അടുത്ത്, ആട്ടെ, ഈ പെൺകുട്ടികളുടെ പേരും പറഞ്ഞ് നിങ്ങൾ വഴക്കിടാറുണ്ടോ? അപ്പോൾ പറയുന്നുണ്ട്, അനാമിക ഉണ്ടായിരുന്നു സാർ, മിക്കപ്പോഴും മദ്യപിച്ച് വന്നിട്ട് അയാളെന്നെ തല്ലുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പോയിന്റ്സൊക്കെ ജഡ്ജി നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അനാമികയുടെ വർത്താനം കേട്ടിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അനാമിക കരഞ്ഞിട്ട് പറയുന്നുണ്ട്, ചില നേരത്തൊക്കെ ബെൽറ്റ് ഉരുവരെ അടിക്കുമായിരുന്നു.
അപ്പോൾ നമ്മുടെ പാവ അനി നിന്ന് ആലോചിക്കുകയാണ്. തിരിച്ചാണല്ലോ ഉണ്ടാവാറ്. നമിക അനീനെ അടിച്ചത് കേട്ടോ, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞിട്ട് ബെൽറ്റ് എടുത്ത് അടിച്ചതൊക്കെ ഇങ്ങനെ അനി ആലോചിക്കുകയാണ് ആ സമയത്ത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് നേരെ തിരിച്ചല്ലേ പറയണേ. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, അതൊക്കെ വീട്ടിലുള്ളവരോട് പറഞ്ഞില്ലേ? അനന്തപുരി തറവാട് എന്ന് പറയുമ്പോൾ അത്രയും പേര് കേട്ട തറവാടാണ്. സോഷ്യൽ മീഡിയ പോലും ചർച്ച ചെയ്യുന്ന ഒരു വീടാണ്. അവിടുത്തെ അംഗങ്ങളെ സമൂഹത്തിന് അറിയാം. അങ്ങനെയുള്ളൊരു വീട്ടിലെ മരുമകളുടെ പരാതി, കണ്ണീര്, അവയൊക്കെ കാണാതിരിക്കാൻ പറ്റുമോ? കണക്കിലെടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം നമിക പറഞ്ഞിട്ടോ, ആണുങ്ങൾ പെണ്ണുങ്ങളെ അടിച്ചമർത്തേണ്ട ഒരു വീടാത്. അതുകൊണ്ട് കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയരുതെന്നാ കുടുംബത്തിലെ തലമൂത്ത കാരണവരുടെ ഓർഡർ. വക്കീൽ ചോദിക്കുന്നത്, മുതിർന്ന കാരണവർ എന്ന് പറയുമ്പോൾ അനന്തമൂർത്തിയല്ലേ? അതെ സാർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ രാജ്യഭരണം ഇല്ലാതെയായിരുന്നിട്ടും അതിനനുകരിക്കുന്ന ഒരു തറവാട് അനന്തപുരി. അതുകൊണ്ട് ആ വീട്ടിലെ സ്ത്രീകൾക്ക് ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. ഇവിടെ പ്രതികളായിട്ട് വന്നവർ പോലും കോടതിയിൽ ആ തറവാടിനെതിരെ സംസാരിക്കില്ല. കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലെ സ്ഥാനം എന്താണെന്ന് അവർക്കൊക്കെ അറിയാം. എന്നെ കൂട്ടി കോളടിച്ചു കേട്ടോ നമിക. ഇത് കേട്ടപ്പോൾ ദേവയാനിക്ക് അങ്ങോട്ട് ഇളകിട്ടോ. ദേവയാനി അവിടെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഇവള് കള്ളം പറയുന്നത്, ഞാൻ ആ വീട്ടിലെ മൂത്ത മരുവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജഡ്ജി ചൂടായി, നിർത്ത്, ഇവിടെ എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം തരും, ആ നേരത്ത് മാത്രം സംസാരിച്ചാൽ മതി. അപ്പോൾ നന്ദകുമാർ പറയണ്ട കേട്ടോ, ഇപ്പോൾ എൻ്റെ കക്ഷി പറഞ്ഞില്ലേ അനന്തപുരി തറവാട്ടിൽ താഴ്ത്തി കെട്ടണ ഒരു വാക്ക് പോലും അവിടുത്തെ സ്ത്രീകൾ പറയാൻ പാടില്ല എന്ന്. അതുകൊണ്ടാണ് തറവാട്ടിലെ മൂത്ത മരുമകൾ ഇത്ര അധികം ആവേശം കാണിച്ചത്. തറവാട്ടുകാരനവരെയും തറവാടിനെയും കോടതിക്ക് മുന്നിൽ ന്യായീകരിക്കാനാ ഈ ശ്രമം നടന്നത്. എനിക്കിങ്ങനെ സമനില വിടണ പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അനമ്മയോട് തിരിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, പിന്നെ എപ്പോഴാണ് കുട്ടിക്ക് ആ വീട്ടിൽ നിന്ന് പോകണം തോന്നിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനമിക പറഞ്ഞു, എനിക്ക് പോകണം തോന്നിയതല്ല, എന്നെ എല്ലാവരും കൂടി തല്ലിയിറക്കിയതാ. തറവാട്ടിലെ ആണുങ്ങളെ അനുസരിച്ച് ജീവിക്കാത്തവർ ആ തറവാട്ടിൽ നിന്ന് പോകണമെന്ന് കാരണവർ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനമ്മയും വന്നിട്ട് അവരുടെയൊക്കെ കാല് പിടിച്ചതാ. അതിനുശേഷം പലപ്പോഴും എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരും എൻ്റെ വീട്ടുകാരനെയും വീട് കയറി തല്ലിയിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ മുത്തച്ഛൻ വക്കീൽ ഓഫീസിൽ വിളിച്ചു വരുത്തിയ എൻ്റെ അച്ഛൻ്റെ കരണത്തടിച്ചത്. അപ്പോൾ ജഡ്ജി ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടെന്നിട്ട് പോയിന്റ് നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വക്കീൽ പറയുന്നുണ്ട്, വക്കീൽ ഓഫീസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഈ പ്രവൃത്തി നടന്നത്. ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയാനാണ് വക്കീൽ ഓഫീസിലേക്ക് അദ്ദേഹം വന്നത്. അതിനെ വലിയൊരു തുക നഷ്ടപരിഹാരമായിട്ട് അദ്ദേഹം ഓഫർ ചെയ്യുകയും ചെയ്തു. അത് അഭിമാനിയായി എൻ്റെ കക്ഷിയുടെ അച്ഛൻ നിരസിച്ചപ്പോഴാണ് എല്ലാവരും അഭിമാനത്തോടു കൂടി കാണുന്ന അനന്തമൂർത്തി അയാളെ തല്ലിയത്. എന്നിട്ട് തിരിഞ്ഞിട്ട് വീണ്ടും അനാമികയോട് പറയണ്ട കേട്ടോ, അനാമിക തറവാട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്, അതായത് സ്വയം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് വലിയൊരു തുക തരാമെന്ന് അനന്തമൂർത്തി പറഞ്ഞത് അല്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറഞ്ഞു, അതെ സാർ, ഞാൻ എൻ്റെ ഗതികേട് കൊണ്ട് ഒരു ചാനലിനോട് എൻ്റെ ഭാഗം പറഞ്ഞപ്പോൾ അതാ തറവാടിന് വലിയ നാണക്കേടായി. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടുകാരും ഡിവോഴ്സിന് മുൻകൈ എടുക്കണമെന്ന് അവർ പലതവണ നിർബന്ധിച്ചു. അതിനുവേണ്ടി വധഭീഷണി വരെ മുഴക്കി. മരിക്കുന്നെങ്കിലും മരിക്കട്ടെ, എന്നാൽ ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഞാൻ എൻ്റെ വീട്ടുകാരും കൂടി തീരുമാനിക്കുകയായിരുന്നു. ഭയങ്കര സങ്കടത്തിലാണ് ഇതൊക്കെ പറയണത്. അത് കഴിയുമ്പോൾ വക്കീൽ പറഞ്ഞു, ഓക്കെ അനാമയ്ക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് വക്കീൽ നയനൻ്റെ ആദർശിൻ്റെ അടുത്ത് വന്നിട്ട് കേട്ടോ, എന്നിട്ട് പറയുന്നുണ്ട്, നയന ഈ കേസിൽ 2ാം പ്രതി, 3ാം പ്രതി ഭർത്താവ് ആദർശ്. എന്നിട്ട് പറയുന്നുണ്ട്, പേരിലെ ആദർശമൊന്നും പ്രവൃത്തിയിൽ കാണാനില്ലല്ലോ മൂർത്തീസ് ജ്വല്ലറിയുടെ MDക്ക്. സ്ത്രീകളെയൊക്കെ അടക്കി ഭരിക്കണമെന്ന് മുത്തച്ഛനായിരിക്കുമല്ലോ ഉപദേശിച്ചു തന്നത്, സ്ത്രീകളെ അടിമകളായിട്ട് കാണണമെന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ, അനന്തപുരി തറവാട്ടിലെ ഒരു ആണുങ്ങളും സ്ത്രീകളെ അടിമകളാക്കിയിട്ടില്ലേ സാർ, ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ വക്കീൽ പറഞ്ഞു, അനിയൻ്റെ ബഹുമാനത്തെ പറ്റിയപ്പോൾ അനിയൻ്റെ ഭാര്യ പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം നയനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, അവൾ പറയണത് മാത്രമാണോ സർ സത്യം? അവളെക്കാളും മുന്നേ ആ തറവാട്ടിലേക്ക് കടന്നു വന്നവരാ ഞാൻ എൻ്റെ ചേച്ചി. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് കേട്ടോ, ആദ്യം ഈ ഇവള് എന്നുള്ള പ്രയോഗമൊന്നും കോടതിയിൽ വേണ്ട. ആ സംസാരത്തിൽ നിന്ന് തന്നെ കോടതിക്ക് കുട്ടി ഏത് സംസ്കാരത്തിൽ നിന്നാണ് വരണേന്ന് മനസ്സിലായി കാണും. അപ്പം നയന പറയുന്നുണ്ട് കേട്ടോ, അത്രത്തോളം അനാമിക എന്ന അനിയുടെ ഭാര്യ ആ കുടുംബത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്, ആ കുടുംബത്തിലുള്ളവരെയും എന്ന് പറഞ്ഞിട്ട് വക്കീൽ എന്ന് പറഞ്ഞിട്ട് തലയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവളുടെ പേര് പോലും വിളിക്കാൻ എനിക്ക് പറ്റാതെ പോയത്. അപ്പം ജഡ്ജി പറയുന്നുണ്ട് കേട്ടോ, കോടതിയിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, അത് പാലിച്ചേ പറ്റൂ. അപ്പം അനാമിക അച്ഛന് വലിയ സന്തോഷമായി. അപ്പോൾ വക്കീൽ അങ്ങോട്ട് ഷൈൻ ചെയ്ത് കയറുകയാണ് കേട്ടോ. വക്കീൽ പറയുന്നുണ്ട്, വീടല്ല കോടതി എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നിട്ട് ആദർശനായിട്ട് ചോദിക്കുന്നുണ്ട്, മൂർത്തി ജ്വല്ലറിയുടെ MDയോട് ഒരു ചോദ്യം, നിങ്ങൾ തമ്മിൽ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? അതേന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ, 2 പേരുടെയും വീട്ടുകാരൊക്കെ തമ്മിൽ കൂടിയാലോചിച്ച് നിശ്ചയമൊക്കെ നടത്തി വിവാഹത്തിലേക്ക് പോയിരുന്നോ? അപ്പോൾ ആദർശന് മറുപടിയില്ല. ആദർശ് അത് പിന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വക്കീൽ അത് പിന്നെ വക്കീലേക്ക് എന്താ വിഴുങ്ങണത്? ആദർശ് ആദ്യം പെണ്ണാലോചിച്ചത് ആരെയാണ്? അത് നയനയുടെ ചേച്ചിയാണ്, നവ്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നവ്യ. എന്നിട്ട് കല്യാണം ഉറപ്പിച്ച ചേച്ചിയുടെ സ്ഥാനത്ത് അനിയത്തി എങ്ങനെയാണ് വന്നത്? അപ്പോൾ ആദർശമൊന്നും മിണ്ടണില്ല കേട്ടോ. അപ്പോൾ പറയുന്നത്, കല്യാണം നടക്കുന്ന ദിവസം വരെ ആദർശൻ്റെ ഭാര്യ നവ്യ എന്നാണല്ലോ ആദർശൻ്റെ വീട്ടുകാരും ഒക്കെ ധരിച്ചിരുന്നത്. ആദർശമൊക്കെ അല്ല, പിന്നെ എങ്ങനെയാണ് പെണ്ണ് മാറിപ്പോയത്? അപ്പം നവീനെ എനിക്ക് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, സാർ ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ എതിർഭാഗം വക്കീൽ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നന്ദകുമാർ പറയുന്നുണ്ട് കേട്ടോ, ഈ കേസിലെ പ്രതികളുടെ സാഹചര്യം സംസ്കാരമൊക്കെ എന്താണെന്ന് കോടതിക്ക് ബോധ്യമാവണ്ടേ? അനന്തപുരി തറവാട്ടിൽ എൻ്റെ കക്ഷി അനാമിക വെറുതെ കറന്നുകൂടിയതല്ല. മാന്യമായിട്ട് അനിയെന്ന ഈ ചെറുപ്പക്കാരൻ അനാമികനെ വിവാഹം കഴിച്ച് ആ തറവാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു.
എന്നാൽ നയന എന്ന പ്രതിവിയും എങ്ങനെയോ പ്രതിപട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട നയനയുടെ ചേച്ചി നവ്വിയും ആ തറവാട്ടിലേക്ക് കയറിയത് സാധാരണ പെൺകുട്ടികൾ കയറാൻ പോലെയല്ല. കോടികൾ കൊയ്യണ മൂർത്തി ജ്വല്ലറിയുടെ MDയുടെ ഭാര്യയാവാൻ വേണ്ടി ഈ കേസിലെ രണ്ടാം പ്രതിയും പ്രതിയുടെ അമ്മയും അച്ഛനൊക്കെ കളിച്ച നാടകം അതേപടി ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് യുവർ ഓണർ. അന്നത്തെ വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ അതേപടി ആ പെൻഡ്രൈവിലുണ്ട്. ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിക്കാം. മുഖം മറച്ചാണ് ചേച്ചിയുടെ സ്ഥാനത്ത് അനുജത്തി കതിർമണ്ഡപത്തിലിരുന്നത്. താലി കെട്ടാനായിട്ട് സാരി മാറ്റിയപ്പോഴാണ് ഈ നിൽക്കുന്ന ആദർശ് പോലും മനസ്സിലാക്കിയത് തൻ്റെ വധു ചേച്ചിയല്ല അനുജത്തിയാണെന്ന്. അപ്പോൾ നമ്മുടെ നവീൻ പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ വന്ന ആദർശും നയനും തമ്മിൽ പൊരുത്തക്കേടുണ്ടോ ചോദിക്കി, അവർ തമ്മിൽ യുദ്ധം ഉണ്ടോ എന്ന് ചോദിക്കി. അപ്പോൾ നന്ദകുമാർ ചിരിച്ചിട്ട് ചോദിക്കട്ടെ, എങ്ങനെ യുദ്ധം ഉണ്ടാവും യുവർ ഓണർ? ഈ കേരളത്തിൽ തന്നെ ഒരു സമ്പന്ന കുടുംബത്തിലേക്കാണ് കയറി ചെന്നെന്ന ബോധം ആ വീട്ടിലേക്ക് കയറി ചെന്ന മരുമക്കൾക്കുണ്ട്. അവിടെ ആ തറവാട്ടിലെ ആണുങ്ങൾ ഉടമയും കയറി ചെല്ലുന്ന പെണ്ണുങ്ങൾ അടിമയുമാണ്. അടിമത്ത് അന്തസ്സാണെന്ന് കരുതുന്ന അത്ര പെൺകുട്ടികൾക്ക് തറവാട്ടിലുള്ളവരെയും തള്ളി പറയാൻ പറ്റില്ല. എവിടെ അവർ ആ തറവാട്ടിലുള്ളവരെ ഉയർത്തി കാണിക്കും. അത് എൻ്റെ കക്ഷി തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു. അതിനെതിരെ നിന്നതിനാണ് അനാമിക എന്ന പാവം പെൺകുട്ടീനെ, സാധു പെൺകുട്ടീനെ ആ തറവാട്ടിൽ നിന്ന് തള്ളിയിറക്കിയത്. അപ്പോൾ ഇതൊക്കെ കേട്ടതിന് ജഡ്ജി പറയണ്ടിട്ടോ നവീൻ്റെ അടുത്ത്, ഡിഫൻസ് വക്കീലിൽ സംസാരിക്കാനുള്ള അവസരം വരും, അപ്പോൾ നിങ്ങളുടെ ഭാഗങ്ങൾ കോടതിനെ ബോധ്യപ്പെടുത്താം. അപ്പോൾ താങ്ക് യു മൈരോട് വേണ്ടി നവീൻ അവിടെ പോയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വക്കീൽ വന്നിട്ട് നമ്മുടെ നന്ദഗോപ വക്കീൽ വന്നിട്ട് കേട്ടോ അനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ജനിച്ചത് വായിൽ വെള്ളിക്കരണ്ടി ആയിട്ടാണോ സ്വർണ്ണക്കരണ്ടി ആയിട്ടാണോ? അല്ല, പാരമ്പര്യമായിട്ട് തന്നെ സ്വർണ്ണക്കരണ്ടിയുള്ള ആൾക്കാരാണല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത് സ്വർണ്ണക്കരണ്ടി ആയിട്ടാണോ ജനിച്ചതെന്ന്. അപ്പം അനി പറയുന്നുണ്ട്, ജനിച്ചപ്പോഴത്തെ കാര്യം ആർക്കും അറിയാൻ പറ്റില്ലല്ലോ സാറേ. ഓ, അപ്പോൾ നിഷേധിയാണ്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊരു മറുപടി വന്നത്. അപ്പം അനി ജഡ്ജിനെ നോക്കിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, വിവാഹത്തിന് മുമ്പും അതിന് ശേഷവും എത്ര പെൺകുട്ടികളെ പ്രേമിച്ചിട്ടുണ്ട്? അനാമിക്ക് വേണമെങ്കിൽ സന്തോഷം കൊണ്ട് വയ്യ. അപ്പം അനിയൊന്നും മിണ്ടില്ല വെച്ച് വക്കീൽ ചോദിക്കണ്ടല്ല, പ്രേമിക്കുന്ന സമയത്ത് 1000 നാവായിരിക്കുമല്ലോ. അങ്ങനെ നാവുള്ളതുകൊണ്ടല്ലോ പെൺകുട്ടികളൊക്കെ പെട്ടെന്ന് വലയിൽ വീണത്. പിന്നെന്താ കോടതിയിലെത്തിയപ്പോൾ തന്നെ നാക്ക് താന്നുപോയോ? അപ്പം അനി ചൂടാൻ വേണ്ടി തന്നെയാണ് വക്കീൽ ചോദിക്കുന്നതും. അപ്പോൾ അനി പറയുന്നുണ്ട്, എൻ്റെ നാക്കിന് കുഴപ്പമില്ല സാറേ, ഞാനൊരു പ്രണയരോഗ്യമൊന്നുമല്ല. എൻ്റെ മുത്തച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും തണല്ല, എൻ്റെ അച്ഛൻ്റെയും വലിയച്ഛൻ്റെയും ഒക്കെ ശാസന കിട്ടിയിട്ടാ. അതിലുപരി ഈ നിൽക്കണ എൻ്റെ ഏട്ടൻ്റെ കൈ പിടിച്ച് വളർന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. എല്ലാവരും പറയണ പോലെ എൻ്റെ തറവാട്ടിലുള്ളവർ സ്ത്രീകളെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. വക്കീലപ്പോൾ പൂച്ചത്തിൽ ഓ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനി പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശനും മുത്തശ്ശി ഇതുവരെ വഴക്കിട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വക്കീൽ ചോദിക്കണ്ട, അല്ല അത് ആരുടെ എടുക്കുക, മുത്തശ്ശൻ്റെയോ അതോ മുത്തശ്ശിയുടെയോ? എന്നിട്ട് വക്കീൽ പറയുന്നുണ്ട്, അടിമകളാകാൻ വിധിക്കപ്പെട്ട സ്ത്രീകൾക്ക് ആണുങ്ങൾ പറയുന്നതല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എൻ്റെ മുത്തശ്ശി പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിച്ചിട്ടുണ്ട്. ഓ അത് ശരി, അപ്പോൾ പിന്നെ ആ മുത്തശ്ശി എന്തൊക്കെ പ്രതികരിക്കുന്നു എന്ന് നോക്കട്ടെ. തൻ്റെ മുത്തശ്ശിയാണല്ലോ ആ കേസിലെ 4ാം പ്രതി. എന്നിട്ട് പറയണ്ടേട്ടോ, യുവർ ഓണർ, 1ാം പ്രതിയുടെ മുത്തശ്ശീനെ എനിക്കൊന്ന് വിസ്തരിച്ച് കൊള്ളാമെന്നുണ്ട്. അത് കേട്ടപ്പോഴേക്കും മുത്തശ്ശി അയ്യോ എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നവീൻ വീട് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, 70 വയസ്സ് കഴിഞ്ഞാൽ അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളാണ് വസുന്ധരാമ. അപ്പം നന്ദകുമാർ പറഞ്ഞിട്ട് കേട്ടോ, അതുകൊണ്ടാണല്ലോ ആവശ്യത കണക്കിലെടുത്തിട്ട് 3 ആൾക്കും പ്രത്യേക സീറ്റ് നൽകിയത്. ഇനിയിപ്പോൾ പ്രതികളെ വിസ്തരിക്കേണ്ടതുകൊണ്ട് ഇടിപ്പനം വിട്ടുവരുന്നത് തെറ്റില്ല. അപ്പോൾ ജഡ്ജി ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, മുത്തശ്ശി വിസ്തരിച്ചോളാൻ. മുത്തശ്ശനെ വെളിയായിട്ട് ഇപ്പോൾ സങ്കടത്തോടു കൂടിയിട്ട് മുത്തശ്ശനെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ തലയിട്ടാട്ടി ധൈര്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശീനെ ദേവേനെ പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനാമികയ്ക്കുള്ള സന്തോഷം കാണണം. അങ്ങനെ മുത്തശ്ശീനെ പ്രതികൂട്ടിൽ കയറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ദേഷ്യവും വല്ലാത്തൊരവസ്ഥയിലാണ് മുത്തശ്ശൻ്റെ ഇരിപ്പ്. അങ്ങനെ നിൽക്കേണ്ട ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പത്രമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.